ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? അപ്പം ഞാനിന്നൊരു മുട്ടസുർക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മളെ തലശ്ശേരിക്കാരെയും കണ്ണൂക്കാരെയൊക്കെ സ്പെഷ്യലാണല്ലോ പുതിയാപ്ല സൽക്കാരത്തിനൊക്കെ ഉണ്ടാവണേ. അപ്പോൾ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ള ജീരകശാല അരിയാണ് കേട്ടോ. അത് ഞാനൊരു കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്കൊരു അര കപ്പ് സാദാ പച്ചരി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരു 4 മണിക്കൂർ കുതിർത്തിയിട്ട് ഞാൻ വെള്ളമൊക്കെ വാർത്ത് വെച്ചതായിരുന്നു. പിന്നെ അതുപോലെ ഒരു അര കപ്പ് ചോറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 കോഴിമുട്ടയും കൂടെ അതിക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അരിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒപ്പം വെള്ളം നിൽക്കുന്ന രൂപത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നല്ല ഫൈനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ തന്നെ വളരെ സിമ്പിളാണ് കേട്ടോ. ഇതിലൊന്നും ഒഴിക്കാതെ ഇങ്ങനെ ഉണ്ടാക്കാം. പിന്നെ ഇങ്ങനെ വെജിറ്റബിൾസ് ഒന്നും ഇടാതെ ഉണ്ടാക്കാം. അപ്പോൾ ഞാനതൊരു ചെറിയ ക്യാരറ്റും ചെറിയൊരു സവാളയും ഒരു 2 പച്ചമുളകും കൂടെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കട്ടോ. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, ഉടനെ തന്നെ ഒഴിച്ചു കൊടുക്കട്ടോ. അപ്പോൾ ഞാൻ ഇതാ എല്ലാതും ഇട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനവിടെ സ്റ്റൗവിൽ എണ്ണ ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു കുഴിയുള്ള ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ സംഭവം ഇത് മുട്ടയും പച്ചരിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റുമാണ്, നല്ല കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും പിന്നെ അതുപോലെ പിന്നെ വൈകുന്നേരത്തെ ചായക്ക് കടിയായിട്ടൊക്കെ കഴിക്കട്ടോ. പിന്നെ ഇതിക്ക് ബീഫോ ചിക്കനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഇതുപോലെ വേണം കേട്ടോ. എനിക്കിപ്പോൾ ഒരു സംശയമുണ്ട്, ഇതിൽ കുറച്ച് വെള്ളം എറിയിക്കണോ എന്നുള്ളൊരു സംശയമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് എണ്ണയിൽ ഒഴിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ. വെള്ളം കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഇതിൽ കുറച്ചും കൂടെ ഒരു 2 സ്പൂണ് ചോറും കൂടെ ഇതിൽ നിന്ന് കുറച്ച് പൊടി എടുത്തിട്ട് ഒന്ന് അരച്ച് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ഒഴിച്ചു കൊടുത്ത് നോക്കട്ടെ. നമ്മൾ ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിലാണ് കേട്ടോ വേണ്ടത്. ഇത് കുറച്ച് ലൂസായോ എന്നൊക്കെ ഒരു സംശയമുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഒഴിച്ച് നോക്കട്ടെ കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഒഴിച്ച് നോക്കുമ്പോൾ ഇത് നല്ല പാകം തന്നെയാണ് കേട്ടോ. എനിക്കങ്ങനെ തോന്നിയതാണ്. അപ്പോൾ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് അതിലൊഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ തന്നെ ഇതിൽ നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ അപ്പുറം മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ അതാ ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എല്ലാതും ഇങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഈ വെജിറ്റബിൾസൊക്കെ ഇട്ട കാരണം കണ്ടോ, ക്യാരറ്റിൻ്റെയും പിന്നെ അതുപോലെ പച്ചമുളകും ഇതൊക്കെ അതിൻ്റെ പുറത്തിങ്ങനെ കാണുമ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയല്ലേ. പിന്നെ അതുപോലെ തന്നെയാണ് നല്ല സോഫ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു കേട്ടോ. ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. നമ്മളെ വീട്ടിൽ പച്ചരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ മോനോട് ഞാനിതൊന്ന് കഴിച്ച് നോക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓന് ഇരുന്നിട്ട് കഴിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഓന് പറയുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വക്ക് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനൊന്ന് എടുക്കാൻ വൈകിയപ്പോൾ അത് മുരിഞ്ഞ് പോയതാണ്. കണ്ടോ, ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. അവനത് പൊട്ടിച്ചിട്ട് പറയുകയാണ് നല്ല സോഫ്റ്റാണ് ഉള്ളൊക്കെയെന്ന്. നല്ല പഞ്ഞി പോലെ ഉണ്ട് കേട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകൊണ്ടു. പിന്നെ ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് അമർത്തുകൊണ്ടു കേട്ടോ. എന്നാലേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളൂ. താങ്ക്